പൊട്ട, ഞാൻ പെണ്ണുമ്പുള്ള മോളെയാണ് വിളിച്ചത്. അവളിവിടെ ഇല്ലെന്നേ, പിണങ്ങിപ്പോയി. അയ്യോ, അതെന്ത് പറ്റി? അവൾ എന്നോട് പറയാൻ പറ്റുന്ന ഭാഷ എന്നോട് പറഞ്ഞു. അവള് എന്താ പറഞ്ഞേ? അവള് എന്നോട് പറയാ ചേട്ടന്റെ കോഴിനെ കൊല്ലണോന്ന്. അപ്പൊ തന്നെ ചാടി പുറത്താക്കി ഞാൻ. ആരെ? കോഴിയെയോ? അല്ലല്ല, ഇത് പെണ്ണുപിള്ളേടെ ഞാൻ ചാടി പുറത്താക്കി. അത് കഷ്ടമായി പോയി. എന്തുട്ട് കഷ്ടാടി. അവള് എനിക്ക് മുട്ട അരുവോടി. അതുപോലെ എന്റെ കോഴി, എന്റെ കോഴി എനിക്ക് റോസാപ്പ് കിടക്കുന്ന മുട്ട. ഓ, ഇങ്ങനെ ഒരു മുട്ടപ്രാന്തൻ. താ തന്നെ കോഴിയെ പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞു മനസ്സിലാക്കണം, അത്രയല്ലേ ഉള്ളൂ കേട്ടോ. ഓ, തന്റെ കോപ്രായം കാണാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ. നീ കാര്യം എന്താന്ന് വെച്ചാ തടിച്ചു പറ. അപ്പ ഇടുന്ന ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഒന്നും എല്ലാവർക്കും ബുദ്ധിമുട്ടാ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. എടോ, എന്നെ ചൊറി കയറ്റിക്കരുത് കേട്ടോ. എന്റെ സ്വഭാവം വളരെ മോശമാണെന്ന് ചിന്തിക്കണേക്കാൾ. നാട്ടുകാർ പറയട്ടെ നിന്റെ സ്വഭാവം വളരെ മോശാന്ന്. വല്ല വരയുടെ അസുഖമായിരിക്കുന്നേ. വീടിന്റെ ബാക്കി രണ്ടുപേരും പപ്പയ്ക്ക് ഇരിപ്പുണ്ട്, പറിച്ചു തിന്നോ. എടോ, എനിക്കല്ല, തന്റെ കോഴി എന്റെ വീടിനകത്തൂരി അപ്പിട്ടു. അതുകൊണ്ട് അടച്ചിടണം. ഈ പെണ്ണിന്റെ വിവരം എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അടച്ചിടണോന്ന്. അത് ദയവായിട്ട് കൊടുത്ത സാധനല്ലേ, നമ്മളായിട്ട് അടയ്ക്കണോ? എടോ, കോഴിയെ കൂട്ടിൽ അടച്ചിടണമെന്ന്. ഇതാ കേട്ടോ വിളി. എനിക്ക് ആരോടാ സംസാരിക്കട്ടെ. അച്ചായ പഴം പുഴുങ്ങുകയാ. എന്തിയാ പഴം പുഴുങ്ങി? എന്തോന്നാ? അല്ല, പഴം പുഴുങ്ങിക്കൂടെ നല്ലതല്ലേന്ന്. അയാളെ വിളിച്ചിട്ട് ഒരു കാര്യമല്ല, എനിക്ക് തന്നോട് സംസാരിക്കാനുള്ള. എന്താന്ന് വെച്ചാ പറ. മുട്ടയിടാൻ ഇവിടെ വന്നിട്ട് അപ്പിടാൻ കാച്ചി എന്റെ വലിയ വരുന്നത് എന്തിനാ? അത് നിനക്ക് ഇത്രയും നാളായിട്ട് അറിയാൻ പാടില്ലേ? എടി പെണ്ണേ, ഇവിടെ ചോറ് അവിടെ തൂറ്. ഓ, എന്നെ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. താൻ എന്തിനാണ് ഈ കോഴിക്ക് വേണ്ടി ഇങ്ങനെ മരിക്കാൻ നിൽക്കുന്നേ? കാരണം എന്റെ അച്ഛനൊരു കോഴിയായിരുന്നു. അല്ല, കോഴി സ്നേഹിയായിരുന്നു. അതുകൊണ്ട് ഞാനും കോഴിയായി. അല്ല, കോഴി സ്നേഹിയായി. നിനക്ക് വേറൊരു കാര്യം അറിയാവോ? എന്റെ ഈ കോഴിപ്രാന്ത് കാണുന്ന എന്റെ മക്കളുടെ പേര് വഴിയാ കോഴിയെ പേര് ഇട്ടേക്കണേ. അപ്പൊ മൂത്തവന്റെ പേരിനാ? ഗിരി. ഇളയതിന്റെയോ? രാജൻ. കൂട്ടിച്ചേർക്കുമ്പോ ഗിരിരാജൻ. ഏറ്റവും ഇളയ മോളുടെയോ? ശാസ്ത്രലോകം ഞെട്ടിപ്പോകും. കിട്ടിക്കും, വെടിക്കും, ടർക്കി. എന്തായാലും കോഴിയുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്നാ വാ, നമുക്ക് ചിക്കൻ സമൂസ ഉണ്ടാക്കാം. അതെന്തിനാ? ഇയാളെ ഇപ്പൊ പറയാ പലഹാരം ഉണ്ടാക്കണോന്ന്. എടോ പൊട്ട, പലഹാരമല്ല പരിഹാരം. ഞാൻ വന്ന് തുടച്ചാണോ? എന്നാൽ വേഗം വാ, അച്ചായം വന്നാ തിന്നു കളയും. എന്ത് കോഴിക്കാട്ടവാ? അല്ല, കോഴിയെ. ഞാൻ ലാസ്റ്റ് ആയിട്ട് തന്നോടൊരു വാണിംഗ് തരാ. ഇനി തന്റെ കോഴി എന്റെ വീടിനകത്തേറി അപ്പിട്ടാൽ ഞാൻ തന്റെ കോഴിയുടെ മേലിൽ കേസ് എടുക്കും. കേസ് പൊന്നു ഓളെ ചതിക്കല്ലേ. എനിക്ക് ഈ വേസകാലത്ത് ഓളെ പാടില്ലാത്തോണ്ടാ. നിനക്ക് വേറൊരു കാര്യം അറിയോ? ഞാൻ എങ്ങനെ ഈ കോഴിനെ വളർത്തണേന്ന് നിനക്കറിയാമോ? തലയെ വെച്ച ഉറുമ്പരിക്കും, തലയെ വെച്ച പേരരിക്കും പറഞ്ഞാടി ഞാൻ വളർത്തി ഈ കോഴിനെ. എന്താ ഇത്? അയ്യാ, കോഴി അപ്പിട്ട്. തനിക്കത് വേണോണ്ടോ? താനെന്താ കോഴിയെ പറ്റി പറഞ്ഞേ? തറയെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയെ വെച്ച കോഴി തൂറും.